ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലി, വല്ലി, പാറ്റ, അതുപോലെ തന്നെ ഈച്ച, കൊതുക് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. കെണിയോ വിഷമോ ഒന്നും തന്നെ വെക്കാതെ 10 പൈസ പോലും ചിലവില്ലാതെ ഇതിനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും എന്നേക്കുമായി തുരത്തി ഓടിക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു തീപ്പെട്ടി മാത്രമാണ്. ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ എത്ര വലിയ പാറ്റ ശല്യവും പല്ലി ശല്യവും എലി ശല്യവും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ കുറച്ച് ടിപ്പുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, ഈച്ച, കൊതുക് എന്നിവയെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. തീപ്പെട്ടി വെച്ചിട്ടുള്ള 3 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് ആവി പറക്കുന്ന നല്ല തിളച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച ആവി പറക്കുന്ന കഞ്ഞിവെള്ളം തന്നെ വേണം നമുക്ക് ടിപ്പ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തീപ്പെട്ടി കൊള്ളികളാണ്. 7-8 തീപ്പെട്ടി കൊള്ളികൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തീപ്പെട്ടി കൊള്ളിയിലെ മരുന്നെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞിറങ്ങുന്നതിന് വേണ്ടിയാണ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരേ ഒരു പാരസെറ്റമോൾ ഗുളിക വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പൊടിക്കുകയൊന്നും വേണ്ട കേട്ടോ. തിളച്ച നല്ല ആവി വറുക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ ഗുളികയും ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗുളികയും പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. തീപ്പെട്ടി കൊള്ളിയും പാരസെറ്റമോളും ഒക്കെ ഇട്ട് നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. അതിന് വേണ്ടി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തീപ്പെട്ടി കമ്പൊക്കെ എടുത്ത് മാറ്റാം. ചില കമ്പിലെ മരുന്നൊക്കെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അലിയാത്തതൊക്കെ നമുക്ക് കൈകൊണ്ടൊന്ന് ഞരടി അലിയിച്ചെടുക്കാം. നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമായ കുറച്ച് ഹാംഫുൾ കെമിക്കൽസൊക്കെ ചേർത്തുണ്ടാക്കിയ ഒന്നാണ് തീപ്പെട്ടി കമ്പിൻ്റെ അറ്റത്ത് കാണുന്ന ആ കറുത്ത മരുന്ന്. പൊട്ടാസ്യം ക്ലോറേറ്റ്, ആൻറ്റിമണി സൾഫൈഡ്, പിന്നെ സൾഫർ എന്നിവയൊക്കെയാണ് തീപ്പെട്ടി കമ്പിൻ്റെ ഹെഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസ്. കൂടിയ അളവിൽ ബോഡിയിലെത്തിയാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള കെമിക്കൽസാണ് ഇവയെല്ലാം. അടുക്കളയിലൊക്കെ തീപ്പെട്ടി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീപ്പെട്ടി അവരെടുക്കാത്ത രീതിയിൽ ഉയരത്തിൽ വേണം വയ്ക്കാൻ. കുഞ്ഞുങ്ങളെ തീപ്പെട്ടിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അത് അവർ വായിലിട്ട് ഈ മരുന്നൊക്കെ അവരുടെ വയറിനുള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയ അപകടത്തിന് കാരണമാകും. തീപ്പെട്ടി കൊള്ളികളിലെ മരുന്നെല്ലാം കഞ്ഞിവെള്ളത്തിലേക്ക് ഞെരടിയിട്ടതിന് ശേഷം നമുക്ക് ഈ കൊള്ളികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എലി, പല്ലി, പാറ്റ എന്നിവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം. എങ്കിലും അവയെ ഇതിലേക്ക് കൂടുതലായിട്ട് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റോ ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പീസ് ബ്രെഡാണ് ഞാനിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി മിക്സാക്കി കൊടുക്കാം. 1/2 മൂടി ലൈസോൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഇല്ലെങ്കിൽ ലൈസോളിന് പകരമായിട്ട് ഒരൽപ്പം ഡെറ്റോൾ ചേർത്ത് കൊടുത്താലും മതി. ലൈസോൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീടിനുള്ളിൽ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ ചെയ്ത് നോക്കി ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് തീപ്പെട്ടിക്കൊള്ളി തന്നെയാണ്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 6-7 തീപ്പെട്ടിക്കൊള്ളികൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു തക്കാളി വേണം. തക്കാളിക്ക് പകരമായിട്ട് എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ മരച്ചീനിയുടെ ഒരു കഷ്ണമോ എടുത്താലും മതി. മുറിച്ച തക്കാളിയുടെ മുകളിലേക്ക് നമ്മളെടുത്ത തീപ്പെട്ടി കമ്പിൻ്റെ മരുന്നില്ലേ, അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഞെരടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാം കൂടി ഒരു പേപ്പറിലേക്ക് വെച്ചതിന് ശേഷം ഒരു കല്ലോ മറ്റോ വെച്ചൊന്ന് ഇടിച്ചെടുത്താലും മതി. ഹൈലി പോയിസണസ് ആയ ഹാംഫുൾ കെമിക്കൽസ് കൊണ്ടുണ്ടാക്കിയ തീപ്പെട്ടി കമ്പിലെ ഈ മരുന്ന് കുറച്ചെങ്കിലും എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ വയറിൽ ചെന്നാൽ അവ കൂട്ടത്തോടെ തന്നെ ചത്തൊടുങ്ങും. തീപ്പെട്ടി കമ്പിലെ മരുന്ന് മുഴുവനും ഞാനിവിടെ തക്കാളിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് തക്കാളി. ഈ തക്കാളി എവിടെ വെച്ചാലും എലികൾ വന്ന് അത് എടുത്തുകൊണ്ട് പോകും. എങ്കിലും നമുക്കിതിലേക്ക് എലികളെ ഒന്നുകൂടി ആകർഷിക്കുന്നതിന് വേണ്ടി കുറച്ച് ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തീപ്പെട്ടി കമ്പിലെ മരുന്നിന് ചെറിയൊരു സ്മെല്ലുണ്ട്. നമ്മുടെ ശർക്കരപ്പൊടി അതിന് മുകളിലേക്ക് ഇടുമ്പോൾ ആ മരുന്നിൻ്റെ സ്മെല്ലങ്ങ് മാറിക്കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എലികളെയും പെരിച്ചാഴികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. സന്ധ്യാസമയത്താണ് എലിയും പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തീറ്റ തേടി വരുന്നത്.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോഴികളെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ടേച്ചും വേണം ഇങ്ങനെയൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ കോഴികൾ ഇതൊക്കെ കൊത്തി തിന്നും. നമ്മുടെ കൃഷിയിടത്തിലോ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കാർ പോർച്ചിലോ മതിലിനരികിലോ അങ്ങനെ എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യമുള്ള സ്ഥലത്തൊക്കെ നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കാനായിട്ട് നല്ല തക്കാളി ഒന്നും വേണമെന്നില്ല കേട്ടോ. കേട് വന്നതോ ചീഞ്ഞു പോയതായ തക്കാളി എടുത്താലും മതി. ഇതൊരൊറ്റ തവണ വെച്ചപ്പോഴേക്കും പറമ്പിലെ പെരിച്ചാഴിയുടെയും തുരപ്പൻ്റെയൊക്കെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. ഇതാ എൻ്റെ കപ്പച്ചൂട് കണ്ടോ, എലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കപ്പ നമുക്ക് കിട്ടുമോ? ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് മരുന്നൊക്കെ വെച്ച് എലിയെ തുരത്തി ഓടിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കപ്പയൊക്കെ ഇത്ര നന്നായിട്ട് കിട്ടിയത്. അപ്പോൾ തുരപ്പനെലി, പെരിച്ചാഴി എന്നിവയുടെയൊക്കെ ശല്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ടിപ്പും ചെയ്ത് നോക്കൂട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടത് തീപ്പെട്ടിക്കൊള്ളി തന്നെയാണ്. ശല്യക്കാരായ കൊതുക്, ഈച്ച, പൊടിയീച്ച, പല്ലിപ്പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ ടിപ്പ്. തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്കത് തിളയ്ക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 6-7 തീപ്പെട്ടി കൊള്ളികൾ ഇട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റോളം നമുക്ക് തീപ്പെട്ടി കൊള്ളികൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. തീപ്പെട്ടി കൊള്ളിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. തീപ്പെട്ടി കൊള്ളിയിലെ മരുന്നൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞിറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇവിടെ നിറയെ. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കട്ട കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കാം. തീപ്പെട്ടി കൊള്ളികളും കർപ്പൂരവും ചേർത്ത് 2 മിനിറ്റോളം തിളപ്പിച്ച ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇതിങ്ങനെ തിളച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. തീപ്പെട്ടി കൊള്ളിയുടെ ആ മരുന്നിൻ്റെ മണവും അതുപോലെ നമ്മുടെ കർപ്പൂരത്തിൻ്റെ മണവും ഒക്കെ ചേർന്ന വല്ലാത്തൊരു സ്മെല്ല്. ഈ സ്മെല്ലാണ് ഒളിച്ചിരിക്കുന്ന കൊതുകിനെയും ഈച്ചയെയും പൊടിയീച്ചയെയും ഒക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ടും തണുത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. വെള്ളം നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്ത കർപ്പൂരക്കട്ട വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീപ്പെട്ടി കൊള്ളിയിലെ മരുന്നും കുറേയൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അലിയാത്തത് നമുക്ക് കൈകൊണ്ടൊന്ന് ഞെരടി അലിയിച്ചു കൊടുക്കാം. മരുന്ന് മുഴുവനും വെള്ളത്തിലേക്ക് ഞെരടി ഇട്ടതിന് ശേഷം നമുക്ക് തീപ്പെട്ടി കൊള്ളികളൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇത് ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു ചെറിയ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യമുള്ള സമയത്ത് നമുക്കിത് നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സന്ധ്യാസമയത്താണ് കൊതുകിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് നമ്മുടെ വീടിനകത്ത് കട്ടിലിനടിയിലും അതുപോലെ കർട്ടൻ്റെ പിറകിലേക്കാണ് കൊതുക് ഒളിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ സൈഡിലും കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തും ഒക്കെയാണ് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അവിടെയും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ ആ മാളത്തിലേക്ക് നമുക്കിത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. തീപ്പെട്ടി കൊള്ളിയിലെ മരുന്നിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ ആ സ്മെല്ല് കാരണം ഈ പൊത്തുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന എലികളും പാമ്പുകളും ഒക്കെ ആ പരിസരം വിട്ട് തന്നെ ഓടിപ്പോക്കോളും. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്